നമസ്കാരം. അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ തൊഴിൽ മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ഏറ്റവും ചുമതലകൾ വർദ്ധിക്കുന്ന ഒരു വിഭാഗത്തിലേക്ക് മാറ്റമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ 7-8 മാസമായിട്ട് ഈ സൂചനകൾ ലഭിച്ചിരുന്നു. ഈ ഒരു മാസത്തിൽ അത് അനുകൂലമായി തീരാൻ അല്ലെങ്കിൽ അങ്ങനൊരു അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ദൂരദേശവാസം വേണ്ടിവരും. എന്നാൽ ഈ ഒരു അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുകയും കുടുംബത്തിൽ നിന്ന് വിട്ട് ഒറ്റയ്ക്ക് താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഹ്രസ്വകാല പാഠ്യപദ്ധതികളൊക്കെ ഒരുപക്ഷെ 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നതായിരിക്കാം. അല്ല എങ്കിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരമുണ്ടാകുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ നിലവിലുള്ള ജോലിയോട് ബന്ധപ്പെട്ട് ഇനി സാധ്യതകൾ വളരെ സാധ്യത വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭാവിയിലേക്ക് ഏറ്റവും തൊഴിൽ സാധ്യതയുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. സ്വയം നിശ്ചയിച്ച വ്യാപാര വിപണന വിതരണ മേഖലകളുടെ അനന്ത സാധ്യതകൾ കുറവുള്ളതുകൊണ്ടും പണം മുതൽ മുടക്കിയാൽ പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാരംഭപരമായിട്ടുള്ള നടപടികളൊക്കെ ചെയ്തിരുന്നു. സ്വല്പമൊക്കെ പണം ചിലവായിരുന്നു. പക്ഷേ ഇനി മുതൽ പണം മുതൽ മുടക്കിയാൽ അബദ്ധമാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടും പിന്തിരിയേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ ജോലി ഉപേക്ഷിക്കാതിരുന്നത് ഭാഗ്യമായി, ഈശ്വരാധീനമായി, ഗുരുകാരണന്മാരുടെ അനുഗ്രഹാശിസ്സുകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും നിർബന്ധപൂർവ്വം പിന്മാറേണ്ടതാണ്. പലപ്പോഴും ചിന്താമണ്ഡലത്തിൽ പല കാര്യങ്ങളും വന്ന് ചേരുവാനിട വരുമെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും ഒരു ക്ഷമ, ആത്മസംയമനം, മിതത്വമുള്ള സമീപനം ഇതെല്ലാം തന്നെ നിർബന്ധമായിട്ടും വേണം. ഇതിന് പ്രത്യേകിച്ചും ഈശ്വര പ്രാർത്ഥനകൾ, ഗുരുകാരണന്മാരോട് പറയുന്ന കാര്യങ്ങൾ, മേലധികാരികൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അനുസരിക്കുക അല്ലെങ്കിൽ പരിഗണിക്കുക എന്നൊരവസ്ഥ വേണ്ടി വരുവാൻ ഇടയുണ്ട്. ജീവിത നിലവാരം വർദ്ധിക്കാനായിട്ട് ഒരുപക്ഷെ ഇനിയുള്ള കാലയളവിൽ സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ വളരെ നിയന്ത്രണത്തോടു കൂടിയതായിട്ട് സമീപനം വേണ്ടിവരും. ഇനി മുതൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ വളരെ നിർബന്ധപൂർവമുള്ള ഇനി മുതൽ സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ വളരെ കൃത്യമായുള്ളൊരു ദിശാബോധത്തോടു കൂടിയതായുള്ളൊരു പദ്ധതി ആവിഷ്കരിക്കുവാനും അവലംബിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. ഇങ്ങനൊരു സാഹചര്യങ്ങൾ, ഇങ്ങനൊരു പദ്ധതികൾ അതിൻ്റെ പ്രതിഫലം ഒരുപക്ഷെ 1.5 വർഷത്തിന് ശേഷം ഉണ്ടായി തീരുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് അവലംബിക്കേണ്ടതായ സാധ്യത കാണുന്നതുമുണ്ട്. സാമൂഹ്യ സേവനങ്ങൾക്ക് ജനപിന്തുണ ലഭിക്കുന്നതിനാൽ സുഹൃത്തിന് വേണ്ടി കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് സജീവമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. പലപ്പോഴും മഹത് വ്യക്തികളുടെ ജീവിതാനുഭവങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തണമോ എന്ന ധാരണയൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഇരുവരുടെയും ജീവിത ശൈലികളെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായതിനാൽ അതിൽ നിന്നും നിരുപാധികം പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സഹപ്രവർത്തകരുടെ സഹകരണം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിൽ എത്തിച്ചേരുവാനും ആരാധനാലയത്തിൽ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും സാധ്യതയുണ്ട്. അമിത വേഗതയിലുള്ള വാഹനോപയോഗവും അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്രയൊക്കെ തന്നെ ഈ ഒരു മാസത്തിലാവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മാസത്തിൻ്റെ 2ാമത്തെ പകുതിയിൽ ബന്ധുജനങ്ങൾക്കും പ്രത്യേകിച്ച് അമ്മയ്ക്കും അസുഖങ്ങളും അരിഷ്ടതകളൊക്കെ ഉണ്ടാകുവാനിടയുള്ളത് കൊണ്ട് 1-2 ദിവസം ആശുപത്രിവാസം വേണ്ടി വരുവാൻ ഇടയുണ്ട്. ക്ഷമിക്കാനും സഹിക്കുവാനുമുള്ളൊരു കഴിവ് ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നു. വ്യക്തി പ്രഭാവത്താലും സുതാര്യതയുള്ള സമീപനത്താലും ഏതൊരു ദുഷ്കീർത്തിയെയും അനിഷ്ടങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ഗഹനമായുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. ഗ്രഹത്തിന് നിലവിലുള്ള ഗ്രഹത്തിൽ
സാമ്പത്തികമായുള്ള നിലനിൽപ്പ് വളരെ കുറയുക, കുടുംബത്തിൽ സമാധാനം കുറയുക, അതേപോലെ തന്നെ ഈ ഗ്രഹത്തിൽ നിന്നും ജോലിക്ക് പോയാൽ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത വരിക, ഇങ്ങനെ പല സാഹചര്യങ്ങളെ കൊണ്ടും വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം ഗ്രഹത്തിന് പരിവർത്തനങ്ങൾ അതിനുവേണ്ടി തയ്യാറാകുവാൻ ഇടയുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. പലപ്പോഴും പറയുന്നതും ചിന്തിക്കുന്നതും ചെയ്യുന്നതുമായുള്ള കാര്യങ്ങളിൽ സ്വന്തം നിലയിൽ അത്ര തന്നെ നേട്ടമില്ല എങ്കിൽ മറ്റു പലർക്കും മാതൃകാപരമായി തീരുവാനിടയുള്ളതുകൊണ്ട് ആശ്വാസവും സമാധാനവും ആത്മാഭിമാനവും ഉണ്ടാകുവാൻ ഇടയുണ്ട്. പലപ്പോഴും ധാർമ്മികമായുള്ള ഉത്തരവാദിത്വങ്ങൾ ഉള്ള സാഹചര്യങ്ങളെ കൊണ്ട് ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കാൻ അവസരം വന്നു ചേരും. കഴിഞ്ഞ ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ജന്മനാട്ടിൽ വരാൻ സാധിക്കാത്ത പലർക്കും, വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും ഏപ്രിൽ മെയ് എന്നീ മാസകാലങ്ങളിൽ ജന്മനാട്ടിൽ വന്നു പോകാൻ തക്കവണ്ണം അവധി ലഭിക്കുവാനും യാത്രയ്ക്ക് വേണ്ടതായുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും ഇടയുണ്ട്. നിലവിലുള്ള പഠിപ്പിനോടൊപ്പവും ജോലിയോടൊപ്പവും കലാകായിക മേഖലയോട് ബന്ധപ്പെട്ട് പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട്. അസുലഭ നിമിഷങ്ങൾ അനിർവചനീയമാക്കുവാൻ അവസരം വന്നു ചേരും. സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് ആദ്യം നിരസിക്കപ്പെടുവാനിട വരുമെങ്കിൽ പോലും പിന്നീട് സ്വീകാര്യത വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ജാമ്യം നൽകുവാനുള്ള സാഹചര്യത്തിൽ നിന്നും നിർബന്ധപൂർവം പിന്മാറേണ്ടതാണ്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ സ്വല്പം പണം കൂടുതൽ ചെലവാക്കേണ്ടി വരും. എന്നിരുന്നാൽ പോലും പഴയ രീതികളല്ലാണ്ട് ആധുനിക സംവിധാനമായതുകൊണ്ട് 15 ദിവസം 30 ദിവസം ഒരു 1.5 മാസമൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ വിളവെടുപ്പ് വന്ന് ചേരത്തക്ക വിധത്തിലായതുകൊണ്ട് പ്രതിഫലം വലിയ താമസമില്ലാതെ തന്നെ ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെയുള്ളൊരു അവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. വിവര സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി സമാധാനത്തിന് യോഗം കാണുന്നുണ്ട്. പലപ്പോഴും പരിഹാസവചനങ്ങൾ കേൾക്കുവാനിട വരുമെങ്കിൽ പോലും യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ടും അതിൽ എന്തെങ്കിലും സാരാംശമുണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വയമേവ ധ്രുവീകരിക്കാൻ തയ്യാറാകുവാനും ഇടയുണ്ട്. അസുഖങ്ങൾ പലതും വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് പ്രത്യേകിച്ചും വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തും. പക്ഷേ സാംക്രമിക രോഗങ്ങളെ കൊണ്ടും ഉഷ്ണരോഗപീഠകളെ കൊണ്ടും അസ്വാസ്ഥ്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രകൃതി ജീവന ഔഷധ രീതികൾക്ക് പോലും തുടക്കം കുറിക്കാൻ സാധ്യത പോലും കാണുന്നുണ്ട്. ഇതാണ് അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഫെബ്രുവരി മാസത്തിലെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ജോലിയിലുള്ളവർക്കും പഠിക്കുന്നവർക്കും തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ളൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ചിലർക്ക് ഇതിനു വേണ്ടി ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും വായ്പ എടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിട വരും. ഒരുപക്ഷെ മാതാപിതാക്കളുടെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും. അതെല്ലാം തന്നെ ജോലി കിട്ടാനും 1.5 വർഷത്തിന് ശേഷം ഇതിനനുസരിച്ചുള്ളൊരു ജോലി കിട്ടാനും അതിന് തക്കവണ്ണം വായ്പകളെല്ലാം തന്നെ 5 വർഷത്തിൻ്റെ ഉള്ളിൽ കൊടുത്തു തീർക്കുവാനും അടച്ചു തീർക്കുവാനും സാധിക്കുന്ന വിധത്തിൽ വായ്പ എടുക്കുവാനാണ് യോഗമുള്ളത്. പലപ്പോഴും പല സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും അഭിമുഖീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഔചിത്യമുള്ള സമീപന ശൈലിയും ഈ മേഖലയിൽ പ്രാവീണ്യമുള്ളവർ പറയുന്ന കാര്യങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ എല്ലാ കാര്യങ്ങളും ലാഘവത്തോടുകൂടി ചേർത്ത് തീർക്കാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ മിക്ക ദിവസങ്ങളിലും കൂടുതൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളും അവധി ദിനങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ ചുമതലകൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. വ്യാപാര വിപണന വിതരണ മേഖല തുടങ്ങുന്നതിനെ പറ്റിയിട്ട്
സുഹൃത്തുക്കളിൽ നിന്നും ചില ആശയങ്ങൾ വന്ന് ചേരുവാനിട വരുമെങ്കിൽ പോലും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുക തന്നെ ആയിരിക്കും ഏറ്റവും നന്നാവുക. അശ്രാന്ത പരിശ്രമത്താൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരും. അറിവുള്ള വിഷയങ്ങൾ അതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ മാത്രം മനസ്സിലാക്കി മാത്രമേ ഏതൊരു കാര്യങ്ങൾക്കും പ്രതികരിക്കാവൂ. അല്ലാത്ത പക്ഷം നഷ്ടകഷ്ടങ്ങളും മാനഹാനിയും വന്നു ചേരുവാൻ ഇടയുണ്ട്. പുത്രിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടി നല്ലൊരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസത്തിനുള്ള അപേക്ഷകൾ നൽകിയതിൽ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ 1-2 വർഷമായി തുടങ്ങിയിട്ട് അവിചാരിതമായിട്ട് തന്നെ ഫെബ്രുവരിയിൽ അനുമതി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥനകളാലും വിശ്രമത്താലും സന്താന സൗഭാഗ്യമുണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ഏപ്രിൽ മെയ് എന്നീ മാസകാലങ്ങളിൽ സഹപാഠികളോടൊപ്പം പുണ്യതീർത്ഥ അല്ലെങ്കിൽ വിനോദ ഉല്ലാസ യാത്രകൾക്ക് വേണ്ടി ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിട വരുമെങ്കിൽ പോലും ഒരു പക്ഷേ തടസ്സങ്ങൾ അനുഭവപ്പെടുവാനാണ് ഈ ഒരു മാസത്തിൽ തന്നെ അതിനൊരു തടസ്സങ്ങൾ അനുഭവപ്പെടുവാൻ സാധ്യത കാണുന്നതുമുണ്ട്. സംഭവബഹലമായുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടും ഒരു പക്ഷെ അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിച്ചുകൊണ്ടും ഒരു മൊത്തത്തിലൊരു വിഹക വീക്ഷണം മേൽനോട്ടം വഹിച്ചുകൊണ്ട് എല്ലാം കൃത്യമാക്കി തീർക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കും. ആദ്യത്തെ പരീക്ഷയിൽ എഴുതുന്നവർക്ക് പലർക്കും ഒരു പക്ഷേ ഈ ഒരു സാഹചര്യങ്ങളെ കൊണ്ട് ആത്മവിശ്വാസം, അതായത് പരീക്ഷ പൂർണ്ണമായിട്ട് എഴുതാൻ സാധിക്കുമോ എന്ന പല ആശങ്കയുണ്ടായിരിക്കാം. എന്നാൽ ഇതിൽ നിന്നെല്ലാം തന്നെ ഒരു പക്ഷേ ഏറ്റെടുത്ത ദൗത്യം എന്ന് മാത്രമല്ല, ഇതിൽ വളരെ ക്രിയാത്മകമായിട്ട് ഏറ്റെടുക്കുന്നതും അവലംബിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. അസാധ്യം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും അനുകൂലമായി തീരും. സംഭവബഹുലമായുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളാൽ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ പ്രയത്നം വേണ്ടിവരും. എന്നാൽ പോലും അത് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനാണ് സാധ്യതയുള്ളത്. അന്യദേശത്തോ വിദേശത്തോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്ന മക്കളോടൊപ്പം സ്ഥിരതാമസമാക്കുക, മാസങ്ങളോളം താമസിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അതിനുവേണ്ടി അപേക്ഷകളൊക്കെ നൽകിയിരുന്നു. മക്കൾ തന്നെ അനുകൂലമായിട്ടുള്ള അനുമതി ലഭിച്ചിരുന്നു. എന്നാൽ ആ രാജ്യത്തിലെ തണുപ്പ് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് 3-4 മാസത്തിന് ശേഷം പോവാം എന്നൊരു ധാരണ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പലപ്പോഴും വ്യക്തി താല്പര്യത്തോടുകൂടി പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും ലക്ഷ്യപ്രാപ്തി നേടുവാനും സാധ്യതയുണ്ട്. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. വസ്തുതകളൊക്കെ നിരക്കാത്ത പ്രവർത്തികളിൽ നിന്നും പിന്മാറുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. സംസ്കാരശൂന്യരുമായിട്ടുള്ള ആത്മബന്ധത്തിൽ അല്ലെങ്കിൽ സൗഹൃദ ബന്ധത്തിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ ഇടവരും. പലപ്പോഴും യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടും സത്യാവസ്ഥകളെ വേർതിരിച്ചറിഞ്ഞും എല്ലാ കാര്യങ്ങളിലും വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. അമിതമായുള്ള ആത്മവിശ്വാസം, അമിതമായുള്ള അന്ധവിശ്വാസം ഇതെല്ലാം ഒഴിവാക്കി മിതത്വത്തോടു കൂടിയും എല്ലാ കാര്യങ്ങളിലും വളരെ മനസ്സിലാക്കിക്കൊണ്ടുള്ള സമീപനം സ്വീകരിക്കാൻ സ്വയമേവ തയ്യാറാകുവാൻ ഇടയുണ്ട്. വാഹനോപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഗഹനമായുള്ള വിഷയങ്ങളായതുകൊണ്ട്
അതാത് മേഖല പ്രാവീണ്യമുള്ളവരുടെ നിർദ്ദേശം തേടിക്കൊണ്ട് മാത്രമേ എല്ലാ കാര്യങ്ങളും അവലംബിക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധങ്ങൾ വന്നു ചേരുവാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.